അലർജി ഒരു പാരമ്പര്യ രോഗമാണ്. ഒരു പാരമ്പര്യ രോഗമാണ് എന്ന് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ അലർജി മാതാപിതാക്കൾക്ക് അലർജി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാതാപിതാക്കളിൽ അലർജി ഉണ്ടാക്കുന്ന അവരുടെ ഇമ്മ്യൂണിറ്റിയെ നിർണ്ണയിക്കുന്ന ജനറ്റിക് കോഡുകൾ കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഒരു 30% അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാൾക്കും അലർജി ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു 60-70% അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഒരു കുട്ടികൾക്ക് അലർജി ഉണ്ടാവണമെന്നില്ല. ഇതിനു പുറമെ പരിസരങ്ങളിൽ നിന്നുള്ള അലർജൻസുമായുള്ള നിരന്തര സമ്പർക്കം കൂടി ഉണ്ടായാൽ മാത്രമേ കുട്ടികൾക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ രൂപപ്പെടുകയുള്ളൂ. അലർജിയുള്ള മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കാലാവസ്ഥ മാറുമ്പോഴൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗുരുതരമായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു കരുതലും നോട്ടവും ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അലർജിയുടെ ലക്ഷണങ്ങളായ വയറുവേദന, സ്കിന്നിലുള്ള എറപ്ഷൻസ്, അതുപോലെ തന്നെ തുമ്മല്, ചൊറിച്ചില് എന്നീ ലക്ഷണങ്ങളൊക്കെ നിരീക്ഷിക്കേണ്ടതുമാണ്. മാത്രമല്ല കുട്ടികൾക്ക് നിങ്ങൾ പ്രത്യേക ചികിത്സ കൊടുക്കുമ്പോൾ ഡോക്ടറോട് മാതാപിതാക്കളുടെ അലർജി ഹിസ്റ്ററിയും കൂടി ഡോക്ടറെ ധരിപ്പിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.